2000 വർഷം മുമ്പ് എഴുതിയ അതേ നിലയിൽ തന്നെയാണോ ബൈബിൾ ഇന്ന് നമ്മുടെ കയ്യിലുള്ളത്? അതോ ബൈബിളിൽ മാറ്റം വരുത്തിയിട്ടുണ്ടോ? 15-ാം നൂറ്റാണ്ടിൽ ഗുട്ടൻബർഗ് പ്രിൻറ്റിംഗ് പ്രസ് കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പാപ്പിറസ് എന്ന ചെടിയുടെ തണ്ടിൽ നിന്നാണ് കടലാസ് പോലുള്ള താളുകൾ ഉണ്ടാക്കിയിരുന്നത്. ചുരുളുകളായിട്ടാണ് ഇത് സൂക്ഷിച്ചിരുന്നത്. ചില ചുരുളുകൾക്ക് 12 മീറ്റർ വരെ നീളമുണ്ടായിരുന്നു. നെടുകെ പിളർന്ന പാപ്പിറസ് ചെടിയുടെ തണ്ടിൽ നിന്നും നേർത്ത പാളികളായി മുറിച്ചെടുത്ത് അവയെ പരസ്പരം കൂട്ടിച്ചേർത്താണ് കടലാസിന് പകരം എഴുതുവാനുള്ള മാധ്യമം ഉണ്ടാക്കിയിരുന്നത്. ഈ പാപ്പിറസ് താളുകളിൽ കൈകൾ കൊണ്ട് എഴുതിയവയെ കൈയെഴുത്തു പ്രതികൾ എന്ന് വിളിക്കുന്നു. എന്നാൽ കാലപ്പഴക്കം കൊണ്ട് സ്വാഭാവികമായി തന്നെ അവ നശിച്ചു പോകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കാലപ്പഴക്കം നിമിത്തം അവയ്ക്ക് കേടുപാടുകൾ വരുന്നതിന് മുമ്പ് അവ മറ്റൊന്നിലേക്ക് എഴുതി പകർത്തും. മൂലകൃതി. ഒരു ഗ്രന്ഥത്തിൻ്റെ ആദ്യത്തെ കയ്യെഴുത്തിനെ മൂലകൃതി എന്ന് വിളിക്കുന്നു. എല്ലാ പുരാതന പുസ്തകങ്ങളുടെയും മൂലകൃതി കാലപ്പഴക്കം കൊണ്ട് നശിച്ചു. എന്നാൽ മൂലകൃതിയിൽ നിന്ന് പകർത്തി എഴുതിയ കയ്യെഴുത്തു പ്രതികൾ ഇന്ന് ലഭ്യമാണ്. മൂലകൃതിയും ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കയ്യെഴുത്തു പ്രതിയും തമ്മിലുള്ള വർഷങ്ങളുടെ അകലം കുറയും തോറും ആ കയ്യെഴുത്തു പ്രതിക്ക് വിശ്വാസ്യതയും കൂടും. പുരാതന സാഹിത്യകൃതികളുടെ മൂലഗ്രന്ഥം എഴുതിയതിനു ശേഷം അനേക വർഷങ്ങൾക്ക് ശേഷം എഴുതിയ കയ്യെഴുത്തു പ്രതികളാണെങ്കിൽ പോലും അവയെ പലതും വളരെ ചെറിയ ഭാഗങ്ങൾ മാത്രമാണെങ്കിലും പണ്ഡിതന്മാർ അവയെ വിശ്വാസയോഗ്യമാണെന്ന് സർവ്വസമ്മതമായി അംഗീകരിക്കാറുണ്ട്. ഉദാഹരണത്തിന് പ്ലീനി ദ യങ്ങർ 750 വർഷത്തെ വിടവുണ്ട് മൂലകൃതിയും ലഭ്യമായ ആദ്യത്തെ കയ്യെഴുത്തു പ്രതിയും തമ്മിൽ. പ്ലേറ്റോ 1200 വർഷത്തെ വിടവുണ്ട് മൂലകൃതിയും ലഭ്യമായ ആദ്യത്തെ കയ്യെഴുത്തു പ്രതിയും തമ്മിൽ. ഹെറോഡോട്ടസ് എന്ന കൃതി മൂലഗ്രന്ഥം രചിച്ചതിന് ശേഷം 1300 വർഷം കഴിഞ്ഞിട്ടുള്ളതാണ് ആദ്യത്തെ കയ്യെഴുത്തു കൃതി ലഭിച്ചിരിക്കുന്നത്. കാറ്റലസ് എന്ന കൃതി മൂലഗ്രന്ഥം രചിച്ചതിന് ശേഷം 1600 വർഷം കഴിഞ്ഞിട്ടുള്ള കയ്യെഴുത്തു പ്രതിയെ ഇന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. ഒഡീസി എന്ന കൃതി മൂലഗ്രന്ഥം രചിച്ചതിന് ശേഷം 2200 വർഷത്തെ വിടവുണ്ട് മൂലകൃതിയും ലഭ്യമായ ആദ്യത്തെ കയ്യെഴുത്തു പ്രതിയും തമ്മിൽ. എന്നാൽ പുതിയ നിയമം മൂലഗ്രന്ഥം രചിച്ചതിന് ശേഷം 25 വർഷം കഴിഞ്ഞിട്ടുള്ള കയ്യെഴുത്തു പ്രതികൾ ഇന്ന് ലഭ്യമായിട്ടുണ്ട്. കയ്യെഴുത്തു പ്രതികളുടെ ലഭ്യമായ എണ്ണം കൂടുന്തോറും ആ പുസ്തകത്തിൻ്റെ വിശ്വാസ്യതയും കൂടുന്നു. ഇനി പുരാതന സാഹിത്യങ്ങളുടെ ലഭ്യമായ കയ്യെഴുത്തു പ്രതികളുടെ എണ്ണത്തിലെ വ്യത്യാസം നോക്കാം. പ്ലീനി ദ യങ്ങർ 7 കയ്യെഴുത്തു പ്രതികൾ മാത്രം. ഹെറോഡോട്ടസ് എന്ന കൃതി 8 കയ്യെഴുത്തു പ്രതികൾ. അരിസ്റ്റോട്ടലിൻ്റെ 49 കയ്യെഴുത്തു പ്രതികൾ. കാറ്റലസ് 3 കയ്യെഴുത്തു പ്രതികൾ. ഒഡീസി 1 കയ്യെഴുത്തു പ്രതികൾ. പുരാതന ചരിത്രത്തിലെ ഏത് പുസ്തകത്തെക്കാളും ബൈബിളിൻ്റെ കയ്യെഴുത്തു പ്രതികൾ മുന്നിട്ട് നിൽക്കുന്നു. ഇന്ന് ബൈബിളിൻ്റെ 24,633 കയ്യെഴുത്തു പ്രതികൾ ലഭ്യമാണ്. ലോകചരിത്രം മുഴുവനായി പഠിച്ചാൽ കയ്യെഴുത്തു പ്രതികളുടെ ആധികാരികതയിൽ മുന്നിട്ട് നിൽക്കുന്ന രണ്ടാമത്തെ ഗ്രന്ഥം ഹോമറിൻ്റെ ഇലിയഡാണ്. പുതിയ നിയമത്തിൻ്റെ അതേ വലിപ്പമാണ് അതിനുള്ളത്. അതിൻ്റെ 643 കയ്യെഴുത്തു പ്രതികൾ മാത്രമേ നിലവിലുള്ളൂ. അപ്പസ്തോലിക പിതാക്കന്മാരുടെ എഴുത്തുകൾ. സഭയുടെ ആദ്യകാലത്ത്, പ്രത്യേകിച്ച് ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാർക്ക് ശേഷം 2 തലമുറ വരെ ഉണ്ടായിരുന്ന സഭാപിതാക്കന്മാരെ അപ്പസ്തോലിക പിതാക്കന്മാർ എന്നാണ് സാധാരണ വിളിച്ചു വരുന്നത്. അവർ അക്കാലത്തെ പള്ളികൾക്കും സഭാപിതാക്കന്മാർക്കും അനേക എഴുത്തുകൾ എഴുതിയിട്ടുണ്ട്. ആ എഴുത്തുകളിൽ പുതിയ നിയമത്തിൽ നിന്ന് അനേക വാക്യങ്ങൾ എടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ നടന്ന ഗവേഷണത്തിൻ്റെ ഫലമായി ആദ്യകാല സഭാപിതാക്കന്മാർ രേഖപ്പെടുത്തിയ പുതിയ നിയമത്തിൻ്റെ 89,000 ഉദ്ധരണികൾ സഭാപിതാക്കന്മാരുടെ എഴുത്തുകളിൽ രേഖപ്പെടുത്തിയതായി കണ്ടെത്തിയിരിക്കുന്നു. ചില എഴുത്തുകളിൽ ബൈബിളിലെ 2-3 അധ്യായങ്ങൾ അതേപടി അവർ എഴുത്തുകളിൽ എടുത്തെഴുതി. ഇനി ലോകത്തിലെ ബൈബിളിൻ്റെ എല്ലാ കയ്യെഴുത്തു പ്രതികൾ നശിച്ചാലും എല്ലാ ബൈബിളും നശിച്ചാലും പുതിയ നിയമത്തിലെ 11 വാക്യങ്ങൾ ഒഴിച്ച് എല്ലാം തന്നെ വീണ്ടെടുക്കുവാൻ അപ്പസ്തോലിക പിതാക്കന്മാരുടെ എഴുത്തുകളിലൂടെ സാധിക്കും. ബ്രിട്ടീഷ് മ്യൂസിയത്തിൻ്റെ മുൻ ഡയറക്ടറും പ്രധാന ലൈബ്രറിയനുമായിരുന്ന സർ ഫെഡറിക് കെനിയൻ പുരാതന കയ്യെഴുത്തു പ്രതികളുടെ ആധികാരികതയെക്കുറിച്ച് അഭിപ്രായം പറയാൻ വിദഗ്ധനായിരുന്നു. അദ്ദേഹം പുതിയ നിയമത്തെക്കുറിച്ച് ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: തിരുവെഴുത്തുകൾ ആദ്യമായി എഴുതപ്പെട്ട അതേ നിലയിൽ തന്നെയാണ് നമ്മുടെ കൈകളിൽ എത്തിയിട്ടുള്ളത് എന്ന കാര്യത്തിൽ വല്ല സംശയത്തിന് അടിസ്ഥാനമുണ്ടെങ്കിൽ അതും ഇപ്പോൾ മാറിയിട്ടുണ്ട്. ആകയാൽ പുതിയ നിയമപുസ്തകങ്ങളുടെ ആധികാരികതയും പൊതുവായ നൈർമല്യതയും അന്ധേയമായി സ്ഥാപിക്കപ്പെട്ടുവെന്ന് പരിഗണിക്കാവുന്നതാണ്. അതെ, 2000 വർഷം മുമ്പ് എഴുതിയ അതേ നിലയിൽ തന്നെയാണ് ബൈബിൾ ഇന്ന് നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്നത്. ബൈബിളിൽ മാറ്റം വന്നിട്ടില്ല. ബൈബിൾ തിരുത്തപ്പെട്ടിട്ടില്ല.